ലിഫ്റ്റ് ലിഫ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഫ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 2-3 ടേംസ് ഉണ്ട് ലിഫ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ലിഫ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. എ ലിഫ്റ്റ് ഓർ എലിവേറ്റർ, ലിഫ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് എലിവേറ്റർ. ഈസ് എ ഫോം ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ ബിൽഡിംഗ് ഫ്ലോർസ്, ലെവൽ ഓർ ഡെക്സ്, commonly used in offices, public buildings, and other types of multi-story buildings. Lifts can be essential for providing vertical circulation, particularly in tall buildings, for wheelchair and other non-ambulant building users, and for the vertical transportation of goods. Some lifts may also be used for firefighting and evacuation purpose. ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മൾ സ്റ്റെയറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബിൽഡിങ്ങിലെ ഡിഫറെൻറ്റ് ഫ്ലോറുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൻ്റെ കേസിലാണ് സാധാരണയായിട്ട് ലിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സർക്കുലേഷൻ, വെർട്ടിക്കലായിട്ടുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലോർ ടു ഫ്ലോർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റെയറിന് പകരം കൊടുക്കുന്നതാണ് എന്ത്, ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ എബോവ് 4 ഫ്ലോറിൽ കൂടുതൽ വരുന്ന കേസുകളിലാണ് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഫ്റ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോക്കുക, പ്ലാറ്റ്ഫോം ലിഫ്റ്റ്. പ്ലാറ്റ്ഫോം ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്സിൻ്റെയൊക്കെ പുറത്ത് കൊടുക്കുന്ന ചെറിയ ലോ റൈസ് ബിൽഡിങ്സിൻ്റെയൊക്കെ കേസിൽ കൊടുക്കുന്നതാണ് പ്ലാറ്റ്ഫോം ലിഫ്റ്റുകൾ. അതും സാധാരണയായിട്ട് ഉള്ളിലുള്ള സ്റ്റെയർ യൂസ് ചെയ്യുന്നതിന് പകരം പെട്ടെന്നുള്ള ആക്സസിന് വേണ്ടിയിട്ട് പുറത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആണ് എന്ത്, പ്ലാറ്റ്ഫോം ലിഫ്റ്റ്സ് ആയിട്ട് പറയുന്നത്. Okay, platform lifts can take a number of different forms, but they are usually used in low-rise buildings where they will only travel a few floors at most. This means they tend to move more slowly than passenger lift and are often used for disabled access in buildings where most people will take the stair. Okay, passenger ലിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ലിഫ്റ്റിന് സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ടൈമിലൊക്കെ ഗുഡ്സ് അതേപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനൊക്കെ സാധാരണയായിട്ട് പ്ലാറ്റ്ഫോം ലിഫ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പാണ് പാസഞ്ചർ ലിഫ്റ്റ്. സാധാരണയായിട്ട് ആൾക്കാർ പീപ്പിൾസ് യൂസ് ചെയ്യുന്നത്, പാസഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് പീപ്പിൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസഞ്ചർ ലിഫ്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ ക്യാൻ കം ഇൻ റേഞ്ച് ഓഫ് സൈസസ്. അതിൻ്റെ പാസഞ്ചർ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ബേസിൽ പല സൈസുകളിലും അതുപോലെ തന്നെ പല എണ്ണത്തിലായിട്ടാണ് പാസഞ്ചർ ലിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എണ്ണം എന്ന് പറയുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫങ്ഷനിങ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് പാസഞ്ചർ ലിഫ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പാസഞ്ചർ ലിഫ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നതും അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ് ലിഫ്റ്റുകളാണ്. ഗ്ലാസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണയുള്ള പാസഞ്ചർ ലിഫ്റ്റുകൾ തന്നെയാണ്, പക്ഷെ അത് ഗ്ലാസ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് ലിഫ്റ്റുകൾക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ആസ്തറ്റിക് വ്യൂ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ്, നല്ലൊരു ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗ്ലാസ് ലിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. They are often chosen for their aesthetic and can provide a way of maintaining the style of a building whilst providing a mean for transportation. Okay. നെക്സ്റ്റ് വരുന്നത് സർവീസ് ലിഫ്റ്റുകളാണ്. സർവീസ് ലിഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ അത് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഓരോ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതിൻ്റെ അതായിട്ടുള്ള ഫങ്ഷനിങ്ങുകളുണ്ടാവും.
അതായത് സർവീസ് ഗുഡ്സ്, സാധനങ്ങളൊക്കെ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് പാസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സർവീസ് ലിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോട്ടൽസിലാണെങ്കിലും അതുപോലെ തന്നെ ഫാക്ടറി, ഇൻഡസ്ട്രിയൽസ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർവീസ് ലിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഒരു ലിഫ്റ്റാണ് ഡംപ് വെയിറ്റേഴ്സ്. ഡംപ് വെയിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹോട്ടൽസിൻ്റെ, റെസ്റ്റോറൻറ്റ്സിൻ്റെ, ബാറിൻ്റെയൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് ഡംപ് വെയിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് കിച്ചണിൽ നിന്നും ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെർവിങ് ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡംപ് വെയിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ അതർ സെറ്റിംഗ്സ് സച്ച് ആസ് ഹോസ്പിറ്റൽസ് ഓർ ഓഫീസസ്. ലാസ്റ്റ് ടൈപ്പ് ലിഫ്റ്റാണ് ട്രോളി ലിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ട്രോളി ലിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു തരം സർവീസ് ലിഫ്റ്റുകളാണ്. അതായത് പാസഞ്ചേഴ്സിനും പാസഞ്ചേഴ്സ് എന്ന് പറയേണ്ട അവിടെ വരുന്ന ജോലിക്കാർക്കും അതുപോലെ തന്നെ സാധനങ്ങളും ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ലിഫ്റ്റുകളും ഫിക്സഡാണ്, ഒരു പോയിന്റിൽ ഫിക്സഡാണ്. ട്രോളി ഫിക്സ് എന്ന് പറയുമ്പോൾ ആ ഫ്ലോറിലൂടെ ഏത് പോയിന്റിലും നമുക്ക് മൂവ് ചെയ്യിക്കാനിലൂടെ നമുക്ക്, അതായത് സാധനങ്ങൾ എടുത്ത് വെക്കാനും അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഫ്ലോറിലൂടെ ഈ ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യിച്ചുകൊണ്ട്, ട്രോളിയാണ്, നമുക്ക് ഉന്തി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടൈപ്പ് ട്രോളിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോർ ടു ഫ്ലോർ ഉള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ വിത്തിൻ ദ ഫ്ലോറിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ടും ട്രോളി ലിഫ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. ടേംസ് യൂസ്ഡ് ഇൻ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസാണ്. റൗണ്ട് ട്രിപ്പ് ടൈം, RTT എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. RTT എന്ന് പറയുമ്പോൾ the round trip time is defined as the time taken for the elevator to pick up the passenger from the main lobby and travel to the upper floor and deliver the passenger to their destination and then express back to the main terminal again to pick up more passengers. അതായത് ഒരു ലിഫ്റ്റ് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലോട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടെത്തിച്ചിട്ട് തിരിച്ച് ആ താഴെ വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന ടൈമാണ് എന്ത്, റൗണ്ട് ട്രിപ്പ് ടൈമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ടോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റൗണ്ട് ട്രിപ്പ് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലിഫ്റ്റ് വെൽ എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ പാസേജിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിന് കൊടുത്തിട്ടുള്ള വെർട്ടിക്കൽ പാസേജാണ് ലിഫ്റ്റ് വെല്ലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ലിഫ്റ്റ് വെൽ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പ് ആവാം അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പൊക്കെ ആവാം. ആ ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അത്രയും പോർഷനെ ലിഫ്റ്റ് വെല്ലായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലെ ഫ്ലോർ വരെ. ഇനി എലിവേറ്റർ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇൻ എ ബിൽഡിംഗ് ടു പെർമിറ്റ് ദ പാസേജ് ഓഫ് ആൻ എലിവേറ്റർ ഫ്രം ഫ്ലോർ ടു ഫ്ലോർ, ഷാഫ്റ്റ് എ വെർട്ടിക്കൽ പാസേജ് വേ ത്രൂ എ ബിൽഡിംഗ്. അതായത് ഈ ലിഫ്റ്റ് വെല്ലിൽ എന്താണ്, നമ്മുടെ ലിഫ്റ്റിനെ പാസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഓരോ ഫ്ലോർ ടു ഫ്ലോറുള്ള പാസേജിന്, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് കൊടുക്കുന്ന പാസേജിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എലിവേറ്റർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കുക, ഇതൊരു ലിഫ്റ്റ് വെല്ലിൻ്റെ ഫിഗറാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ലിഫ്റ്റ് ഷാഫ്റ്റാണ്. ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ട് പാസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളാണ്.